ഹലോ. അപ്പം നമ്മൾ ഒളൂർ മാങ്ങ വെച്ചിട്ട് നമ്മൾ കടുമാങ്ങ ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ഈ ഒരു മാങ്ങ ഒരുപാട് മാങ്ങ ഉണ്ട് കേട്ടോ, നല്ല മൂത്ത മാങ്ങ, നല്ല മണക്കണ്ടേ. അപ്പോൾ നമ്മളിങ്ങനെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് കടുക് വേണം, കായം വേണം, പിന്നെ സുർക്ക അല്ലെങ്കിൽ വിനാഗിരി, നിങ്ങളേതാ പറയുന്നത്, ഞാനിവിടെ സുർക്ക എന്നിട്ടാണ് പറയൽ. അതുപോലെ ഉലുവ. നമ്മൾ കായം കഷ്ണങ്ങളാക്കി ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എടുക്കണം കേട്ടോ. അപ്പം നല്ല മൊരിഞ്ഞ ശേഷം നമ്മൾക്ക് കണ്ടാൽ പെട്ടെന്ന് സ്രാവ് വറുത്ത പോലെയൊക്കെ തോന്നേ. പിന്നെ ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് 2 സ്പൂണ് ഉലുവയും കൂടെ ഇട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് മൂത്ത് വരണേ, എന്നാൽ കരിയാനും പാടില്ല. അപ്പോൾ നമ്മളങ്ങനെ ആ മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, കരിയാൻ പാടില്ല, ലോ ഫ്ലെയിം ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു പരുവാകുമ്പം നമ്മൾ ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണം ഇട്ട് കൊടുക്കണേ. എന്താ ഞാനത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ അതിലേക്ക് സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ സുർക്ക ചേർക്കുന്നില്ല, പക്ഷേ മോനെ കഴിക്കുന്നതിനെ കൊണ്ട്. അപ്പം പിന്നെ നമ്മൾ ഈ ഒരു വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കായ ഉണ്ടല്ലോ, കായ നന്നാക്കി ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ജാറിലേക്ക് തന്നെ കുറച്ച് കടുകും കൂടെ ഒന്ന് ചൂടാക്കി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ കായം പൊടിച്ച മിക്സിയിൽ തന്നെ നമുക്ക് ആ കടുകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാങ്ങയിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന കായും കടുകും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാകുവോളം നമുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. ഞാൻ കൂടുതൽ എണ്ണയും കാര്യങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ ഈ ഒരു പരുവാട്ടോ നമ്മളിത് ആയി വരുമ്പോഴുണ്ടാകുന്നത്. അപ്പം നമുക്കിത് ചൂടാറിയ ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റട്ടോ. അപ്പോൾ ഇതാ മോട്ടം വന്ന് എടുത്ത് തിന്നൽ തുടങ്ങിയിട്ടോ. അപ്പം ഞാനിത് ചൂടാറിയ ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എൻ്റെ കയ്യിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു, അപ്പം ഞാൻ അതിലേക്കാട്ടോ മാറ്റുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മധുരം കൂടെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ കടുമാങ്ങ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് അപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.